ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B1 ലെവൽ ഗ്രാമാറ്റിക് പോർഷനാണ്. അതായത് ഗനറ്റീവിൻ്റെ പ്രപ്പോസിഷനാണ്. അതായത് ഇന്നലെ നമ്മൾ ഗനറ്റീവ് സെൻറ്റൻസ് എങ്ങനെ മേക്ക് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ സ്പെഷ്യൽ കേസസ് 2 വരുന്നുണ്ട്. എങ്ങനെ അതിന് എൻഡിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും നൗണിൽ എന്ന് നോക്കി. അപ്പം അതിൻ്റെ ബാക്കി തന്നെയാണ് ഇതും. ഗനറ്റീവ് പ്രപ്പോസിഷൻ, ഒരു സെൻറ്റൻസിൽ ഗനറ്റീവ് പ്രപ്പോസിഷൻ ആഡ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പം വീഡിയോ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകളും ഏതൊക്കെ വീഡിയോസാണ് നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യേണ്ടതും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ നെക്സ്റ്റ് ഡേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഗനറ്റീവ് പ്രപ്പോസിഷൻ 6 ഉള്ളത്. ഫസ്റ്റത്തെ വേറണ്ട് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് അല്ലെങ്കിൽ വൈൽ എന്നുള്ള മീനിങ് ആണ്. വേഗം എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് അല്ലെ ഡ്യൂ ടു എന്നൊക്കെ മീനിങ് ആണ് വരുന്നത്. മൂന്നാമത്തതാണ് ത്രോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ഓഫ് എന്നാണ് മീനിങ്, അതായത് എന്നിരുന്നാലും എന്നുള്ള മീനിങ്. അടുത്തത് നാലാമത്തത് ഇന്നർ ഹാൽബ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ഓഫ് വിത്തിൻ, എന്തെങ്കിലും സ്ഥലത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന പീരീഡിനുള്ളിൽ എന്നൊക്കെ പറയാൻ യൂസ് ചെയ്യുന്നതാണ് ഇന്നർ ഹാൽബ്. അടുത്തതാണ് ഔസർ ഹാൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഓഫ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് എന്നാണ് മീനിങ് വരുന്നത്. അടുത്തതാണ് ആറാമത്തത് സ്റ്ററ്റ് അല്ലെങ്കിൽ ആൻസ്റ്ററ്റ്. ഇത് രണ്ടും പകരം എന്നുള്ളൊരു മീനിങ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് എന്നാണ് മീനിങ് വരുന്നത്. ഇത്രയുമാണ് പ്രപ്പോസിഷനായിട്ട് വരുന്നത്. ഇതെങ്ങനെയൊക്കെയാണ് ഒരു സെൻറ്റൻസിൽ ആഡ് ചെയ്ത് എഴുതുന്നതെന്ന് നമുക്ക് എക്സാമ്പിൾ സഹിതം നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ പ്രപ്പോസിഷനാണ് വേറണ്ട് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് അല്ലെങ്കിൽ വൈൽ എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ നോക്കാം. വേറണ്ട് ദ പ്രസൻറ്റേഷൻ വാർ ഇസ് മ്യൂഡ്. അതായത് ഡ്യൂറിങ് ദ പ്രസൻറ്റേഷൻ്റെ സമയത്ത് ഞാൻ മ്യൂഡ് ആയിരുന്നു, അതായത് ടയേർഡായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ദി പ്രസൻറ്റേഷൻ എന്നുള്ളത് ദർ പ്രസൻറ്റേഷനായി, അതായത് ഗനറ്റീവിലേക്കായി. ഗനറ്റീവ് പ്രപ്പോസിഷൻ്റെ കൂടെ ഗനറ്റീവ് നൗൺ ആയിരിക്കും പിന്നെ ആഡ് ആവേണ്ടത്. അപ്പോൾ ആ ഗനറ്റീവ് നൗണിന് നമ്മൾ ആമൻ്റെയിലും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ വവൽസ് ഉള്ളതുകൊണ്ട് അവിടെ നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ എസ് ആഡ് ചെയ്തിട്ടില്ല, അത് മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ എസ് ആഡ് ചെയ്ത് വേണം നിങ്ങൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ദർ പ്രസൻറ്റേഷൻസ് എന്നാണ് വരുന്നത്. ഓക്കെ, എസ് ആഡ് ചെയ്യണം. ഇവിടെ അത് ചേർക്കാൻ മറന്നുപോയി. അടുത്തതാണ് വേറണ്ട് ദസ് ഉണ്ടറിറ്റ്സ് എസേജ് പിസ. അതായത് ഡ്യൂറിങ് ക്ലാസ്സിൻ്റെ സമയത്ത് ഞാൻ എന്ത് കഴിച്ചു? പിസ കഴിച്ചു. അപ്പോൾ അവിടെ ദർ ഉണ്ടറിസ്റ്റ് എന്ന് എഴുതിയിട്ട് ആമൻ്റെയിൽ എസ്സും ആഡ് ചെയ്ത് കൊടുത്തു. അതായത് ഒന്നിൽ കൂടുതൽ അവിടെ വവൽസ് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇട്ടേക്കാം. കാണാത്തവർ കയറി കാണുക. അതിനുശേഷം ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. കാരണം എങ്ങനെയാണ് എൻഡിങ്ങനെ ആഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാതെ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രപ്പോസിഷൻ ആഡ് ചെയ്ത് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പോൾ അടുത്ത എക്സാമ്പിൾ വേറണ്ട് ദസ് റേഗൻസ് സ്പീലെ ഫൂസ്ബാൾ. അതായത് റേഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റേഗൺ നൗണാണ്. റെയിൻ്റെ വെർബായിട്ട് വരുന്നത് റേഗ്നൻ. ഓക്കെ, അപ്പോൾ ആ നൗണിന് നമ്മൾ ദസ് റേഗ്നസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ വവൽസ് ഉള്ളതുകൊണ്ട് എസ് ആഡ് ചെയ്ത് കൊടുത്തു. ദർ എന്നുള്ളത് ദസ് ആയി. ഓക്കെ, അപ്പം എന്താണ് ഡ്യൂറിങ് ദ റെയിൻ്റെ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഫൂസ്ബാൾ കളിച്ചു. പ്രപ്പോസിഷൻ പ്ലസ് ഗനറ്റീവ് നോമൻ പ്ലസ് വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്. അങ്ങനെയാണ് നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യേണ്ട സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ പ്രപ്പോസിഷൻ നമുക്ക് ഫസ്റ്റിലും വെക്കാം, തേർഡിലും വെക്കാം. ഓക്കെ, തേർഡിൽ വെക്കുമ്പോൾ നമ്മൾ സബ്ജക്റ്റും വെർബും ഫസ്റ്റും സെക്കൻഡും വെച്ച് കഴിഞ്ഞ് നമ്മുടെ ഗനറ്റീവ് പ്രപ്പോസിഷൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് നോമൻ വെക്കുക. എന്നിട്ട് ബാക്കി ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് വെക്കുക. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 2 രീതിയിലും വെക്കാം. ഫസ്റ്റിലും തേർഡിലും നമുക്ക് ഈ ഗനറ്റീവ് പ്രപ്പോസിഷൻ ആഡ് ചെയ്ത് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ എക്സാമ്പിൾ ഇത്രേ ഉള്ളൂ. വേറണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഒറ്റ സിറ്റുവേഷനിൽ തന്നെ നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വേറണ്ട് എന്നുള്ളത്.
വേഗം എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് അല്ലെങ്കിൽ ഡ്യൂ ടു, അതായത് കാരണത്താൽ, ഇത് കാരണം എന്നൊക്കെ പറയുന്നതിന്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. വേഗൻ ദാസ് റേഗൻസ് ക്യോണ്ടെ ഇഷ് നിസ്റ്റ് ഫൂസ്ബാൾ. അതായത് മഴ കാരണം എനിക്ക് ഫൂസ്ബോൾ കളിക്കാൻ പറ്റിയില്ല. വേഗൻ ദാസ് റേഗൻ ഫർഷോപ്പൻ ദി പാർട്ടി. ഫർഷോപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്പോണ്ടഡ്, നീട്ടിവെച്ചു എന്നാണ് പറയുന്നത്. അതായത് മഴ കാരണം ഞാൻ പാർട്ടി നീട്ടിവെച്ചു, അല്ലെങ്കിൽ ഞാൻ എന്നുള്ള സബ്ജക്റ്റ് വന്നില്ല അവിടെ. അത് നമുക്കിവിടെ ഫർഷോപ്പൻ എന്നുള്ള അതിൽ യൂസ് ചെയ്യുക. അതായത് വേഗൻ ദാസ് റേഗൻ ഫർഷോപ്പൻ വിയർ ദി പാർട്ടി. ഞങ്ങൾ പാർട്ടി മാറ്റി വെച്ചു എന്നാക്കാം, വിയർ ആക്കാം അവിടെ. അല്ലെങ്കിൽ നമുക്ക് ഇഷാണെങ്കിൽ അത് ഫർഷോബെ എന്നാക്കാം. അതായത് ഇഷിനെ നമ്മൾ ആ വെർബ് ഫർഷോബൻ എന്നുള്ള വെർബിനെ കോഞ്ചുഗേറ്റ് ചെയ്ത് ആ ഫോമിലേക്ക് ആക്കിയിട്ട് മാറ്റാം. അപ്പം ഈ ഫർഷോബൻ എന്നുള്ളത് നമുക്ക് വിയർ ആക്കി വേണമെങ്കിലും പറയാം. അത് ഫുൾ വെർബായിട്ടല്ലേ കിടക്കുന്നത്, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് എന്താ? മഴ കാരണം ഞങ്ങൾ പാർട്ടി പോസ്റ്റ്പോണ്ട് ചെയ്തു. അടുത്ത എക്സാമ്പിളാണ് വേഗൻ മൈനസ് ബ്രോദർ ക്യോണ്ടെ ഈസ് നിസ്റ്റ് ലേർണൻ. എൻ്റെ ബ്രോദർ കാരണം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ഓക്കെ, അവിടെ ദസ് എന്നൊക്കെ പറയാൻ എന്താണ്? മൈനെ ബ്രോദർ ആയതുകൊണ്ടാണ് അവിടെ മൈനസ് ആയത്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം വരുന്നത്, നമ്മളൊരു സെൻറ്റൻസ് ഫ്യൂച്ചർ കാര്യങ്ങൾ പറയാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സെൻറ്റൻസ് നമ്മളെപ്പോഴും വുഡ് എന്നുള്ള പ്രെറ്ററിട്ടം യൂസ് ചെയ്ത് വേണം എഴുതാനായിട്ട്. ഫോർ എക്സാമ്പിൾ, വേഗൻ ദസ് റേഗൻസ് വുഡ് ദി പാർട്ടി ഫർഷോബൻ. മഴ കാരണം പാർട്ടി പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുന്നു എന്ന് വരും. പാസ്റ്റിലേക്ക് നീട്ടിയിരിക്കുന്നു, പാസ്റ്റിലാണത് പറയേണ്ടത്. അടുത്തതാണ് ട്രോട്സ്. ട്രോട്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്പൈറ്റ് ഓഫ് അല്ല ഡെസ്പൈറ്റ് ഓഫ് എന്നാണ് മീനിങ് വരുന്നത്. എന്നിരുന്നാലും എന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. ട്രോട്സ് ദസ് കേൾത്തസ് എസ് ഇഷ് ഐന് ഐസ്. തണുപ്പാണെങ്കിലും എനിക്ക് ഐസ് കഴിക്കണം. അല്ലെങ്കിൽ അടുത്തതാണ് ത്രോസ് ദസ് റേഗൻസ് സ്പീര ഈസ് ഫുട്ബോൾ. മഴയാണെങ്കിലും എനിക്ക് ഫുട്ബോൾ കളിക്കണം. ത്രോസ് ദസ് വെറ്റേഴ്സ് കേക്ട് ഹെർ സുർ ആർബൈറ്റ്. അവിടെ സുർ എന്ന് വന്നതിൻ്റെ കാരണം ഗേയൻ എന്നുള്ള വെർബ്, അതായത് ഗേറ്റ് എന്ന് അവിടെ കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നത് ഗേയൻ വെർബാണ്. ഗേയൻ എന്നുള്ള വെർബ് അത് ഡാറ്റീവ് വെർബാണ്. അതുകൊണ്ടാണ് അവിടെ സുർ എന്നുള്ള ഡാറ്റീവ് പ്രപ്പോസിഷൻ അവിടെ ആഡ് ആയിരിക്കുന്നത്. അടുത്തതാണ് ഇന്നർ ഹാൽബ്. ഇന്നർ ഹാൽബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ് ഓഫ് വിത്തിൻ, അതായത് പ്ലേസിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിനുള്ളിൽ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പറയാനായിട്ടാണ് നമ്മൾ ഈ ഇന്നർ ഹാൽബ് പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇന്നർ ഹാൽബ് ദസ് റെസ്റ്റോറൻറ്റ് ഡാഫ് മൻ നിസ്റ്റ് റൗഹൻ. അതായത് റെസ്റ്റോറൻ്റ് അകത്ത് എന്താണ്, ആൾക്കാർക്ക് റൗഹൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത എക്സാമ്പിളാണ് ഇന്നർ ഹാൽബ് eine Stunde kommt er. അതായത് 1 മണിക്കൂറിനുള്ളിൽ അവൻ എത്തും. ഓക്കെ, വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇൻസൈഡ് ഓഫ് വിത്തിൻ, ഇപ്പോൾ ടൈമാണ് അവിടെ ആ ഇൻസൈഡ് ഓഫ് വിത്തിൻ നിന്ന് സൂചിപ്പിക്കുന്നത്. ഇത്ര ടൈമിനുള്ളിൽ അവൻ അവിടെ എത്തിയിരിക്കും എന്നാണ് പറയുന്നത്. അടുത്ത എക്സാമ്പിളാണ് ഇന്നർ ഹാൽബ് eine Woche ലേൺസ് ടു ടോയ്സ്. എന്താണ്, നീ ഒരു വീക്കിനുള്ളിൽ തന്നെ ടോയ്സ് ലേൺ ചെയ്യും എന്നാണ് പറയുന്നത്. അടുത്തതാണ് സ്റ്ററ്റ് അല്ലെങ്കിൽ അൺസ്റ്ററ്റ്. ഇൻസ്റ്റെഡ് ഓഫ് പകരം എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ സ്റ്റട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ബെസ്റ്റിൻ്റെ ആർട്ടിക്കിളിൻ്റെ കൂടെ മാത്രമേ നമ്മൾ സ്റ്ററ്റ് എന്നുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്തുള്ളൂ. അൺസ്റ്ററ്റ് ആണെങ്കിൽ അൺസ്റ്ററ്റ് നമ്മൾ ഉൺബെസ്റ്റിൻ്റെ, അതായത് ഐൻ അങ്ങനത്തെ ഉൺബെസ്റ്റിൻ്റെ ആർട്ടിക്കിളിൻ്റെ കൂടെ നമ്മൾ അൺസ്റ്ററ്റ് യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. ആദ്യം സ്റ്ററ്റ് ദസ് ബർഗേഴ്സ് എസ് ഈഷ് പിസ്സ. അതായത് ബർഗറിന് പകരം ഞാൻ പിസ്സ കഴിച്ചു. ഓക്കെ, അടുത്തതാണ് സ്റ്ററ്റ് ദസ് ഹുണ്ടേഴ്സ് കൗഫെ ഈഷ് ദി കാറ്റ്സ്. ഹുണ്ടിന് പകരം ഞാൻ എന്താണ്, ക്യാറ്റ്സിനെയാണ് വാങ്ങിച്ചത്. അടുത്താണ് അൺസ്റ്ററ്റ് വെച്ച് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഉൺബെസ്റ്റിംഡ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അൺസ്റ്ററ്റ് ഐനസ് ബർഗേഴ്സ് എസ് ഈഷ് ദി പിസ്സ. ബർഗറിന് പകരം ഞാൻ പിസ്സ കഴിച്ചു.
അൻസ്റ്റെറ്റ് ഐനസ് ഹുണ്ടസ് കൗഫെ ഇഷ് ദി കാറ്റ്സ്. എന്താണ് ഹുണ്ടിന് പകരം ഞാൻ ക്യാറ്റ്സിനെയാണ് വാങ്ങിച്ചത്. ഓക്കെ, അപ്പം അൺസ്റ്റെറ്റിന് ഇത്രമാത്രം നമുക്കൊരു വ്യത്യാസം വരുന്നുള്ളൂ. ദർ ദി ദസ് എന്നുള്ളതിന് പകരം നമ്മൾ ഐനസ് ഐനെ അതായത് ബെസ്റ്റിൻ്റെ മാറ്റി ഉൺബെസ്റ്റിൻ്റെ ആക്കുന്നു, അത്രേ ഉള്ളൂ. അടുത്തതാണ് ഔസർ ഹാൽബ്. ഔസർ ഹാൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഓഫ് അല്ലെങ്കിൽ ഔട്ട് ഓഫ്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഔസർ ഹാൽബ് ദർ ആൻഡ് സ്റ്റട്ടസ് വോണ്ട് ഹെർ. അതായത് ഞാൻ അകത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഔട്ട്സൈഡ് വെളിയിൽ തന്നെയാണ്, സിറ്റിൻ്റെ വെളിയിലാണ് താമസിക്കുന്നത്. അടുത്തത് ഔസർ ഹാൽബ് ദസ് സിമ്മേഴ്സ് കാനിഷ് മ്യൂസിക് നിസ്റ്റ് ഹോറൻ. അതായത് റൂമിൻ്റെ വെളിയിലുള്ള മ്യൂസിക് എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗനറ്റീവ് പ്രിപ്പോസിഷൻ. അതായത് നമ്മൾ ഗനറ്റീവ് നൗണിൻ്റെ കൂടെ തന്നെ ആയിരിക്കും നമ്മൾ ഈ പ്രിപ്പോസിഷനും ആഡ് ആവുന്നത്. എപ്പോഴും അത് ശ്രദ്ധിക്കുക, അത് മാറിപ്പോവല്. പ്രിപ്പോസിഷൻ വെക്കുക, അത് കഴിഞ്ഞ് നൗൺ വെക്കുക. ഇനി അടുത്തത് ഇപ്പം നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ വെക്കുമ്പോഴാണ് ഇങ്ങനെ. തേർഡ് പൊസിഷനിലാണെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റ് വെക്കുക, പിന്നെ വെർബ്, പിന്നെ ഗനറ്റീവ് പ്രപ്പോസിഷൻ, പിന്നെ നോമൻ, പിന്നെ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചിയേഴ്സ്.